ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, യോഗി ആദിത്യനാഥിന്റെ വിമർശനത്തോടുള്ള പ്രതികരണം എന്താണ്? യോഗി ആദിത്യനാഥ് ആദ്യമായിട്ടല്ലല്ലോ ഇന്ത്യയിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് രാജ്യം എത്ര മുഖവിലക്കെടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യം അഭിമാനപൂർവ്വം എന്നും ഓർക്കുന്ന മദർ തെരേസയെക്കുറിച്ച് പോലും പറഞ്ഞത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മദർ തെരേസ മതം മാറ്റുകയാണെന്നും ഇന്ത്യയെ ക്രിസ്തീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞത് നമ്മളാരും മറന്നിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് 35% മുസ്ലിങ്ങളുണ്ടായാൽ അവർ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ട് അവരുടെ എണ്ണം കുറക്കണമെന്നാണ്. ഇങ്ങനെ നിരന്തരമായി വർഗീയ വിഷം ചേറ്റുന്ന അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടയുതിർത്ത നാഥൂറാം വിനായക് ഗോഡ്സെയുടെ പ്രേതം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. കാരണം ആ രീതിയിലല്ലാതെ മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം പറയാനിടയില്ല. കാരണം മുസ്ലിം ലീഗ് പാർട്ടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോളം രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ പങ്കാളിത്തമുള്ളൊരു കക്ഷിയാണ്. എന്ന് മാത്രമല്ല, രാജ്യത്ത് 1906 രൂപീകരിച്ച സർവേന്ത്യ മുസ്ലിം ലീഗും അതിനുശേഷം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 മാർച്ച് മാസം 10 രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും ഒരുപോലെ വിമർശിക്കുന്ന രീതി അദ്ദേഹം കുറേ നാളുകളായി തുടരുകയാണ്. കാരണം ഇദ്ദേഹം മാത്രമല്ല, ഈ അടുത്ത ദിവസം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോഴും അദ്ദേഹം മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത്. കാരണം ഇവർക്ക് ആവശ്യം രാജ്യത്ത് വർഗീയത വളർത്തുകയാണ്. രാജ്യത്ത് വർഗീയത വളർത്തി ഇവിടുത്തെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിലെ ഹൈന്ദവ സമുദായത്തിനെതിരാണ്, മറ്റ് മതസ്ഥർക്കെതിരാണ്, അവർ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കഴിയുന്ന വിധം ഇവരെ മാറ്റിയെടുക്കലാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ, വിശേഷിച്ചും ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങൾ അതിൽ നിന്ന് വിഭിന്നമായൊരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. അവർ രാഷ്ട്രീയ ബോധമുള്ളവരാണ്, ജനാധിപത്യ വീക്ഷണമുള്ളവരാണ്, മതേതര വീക്ഷണമുള്ളവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്, മറ്റുള്ളവരുമായി യോജിച്ച് നിന്നുകൊണ്ട് നല്ല രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ഭരണരംഗത്ത് വിദ്യാഭ്യാസ വകുപ്പടക്കം ഏറെക്കാലം കൈകാര്യം ചെയ്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ പൊതുധാരയിൽ മുന്നോട്ട് പോകുന്നൊരു കക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം ഇവർക്ക് BJPക്ക് വളരാനാകില്ല, വർഗീയതയ്ക്ക് വളരാനാകില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ ചില ഒളിയമ്പുകളാണ് അതിലുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, പ്രകാശ് കാരാട്ടിൻ്റെ വാചകങ്ങൾ വയനാട്ടിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനായുള്ള ശ്രമത്തിൽ രാഹുൽ ആശ്രയിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. അവരെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാകില്ല. കോൺഗ്രസ് അധ്യക്ഷൻ്റെ മതനിരപേക്ഷ വിശ്വാസ്യതയ്ക്ക് ഇതൊരു നല്ല പരസ്യവുമാകില്ല. ഇതേപ്പറ്റിയുള്ള അഭിപ്രായമോ? അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഒരു പിൻചരിത്രവും BJPയുടെ ഈ രാജ്യത്തെ മതപരമായി വിഭജിക്കുക എന്ന രാഷ്ട്രീയവുമായി മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനമല്ല ഇത്. രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തിയെ ബലപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായി നിൽക്കുന്ന, അധികാരത്തിലേക്ക് ഒരിക്കൽ പോലും വരാൻ ആഗ്രഹിക്കാതെ ജനാധിപത്യ മതേതര ശക്തികളെ ബലപ്പെടുത്തുക, BJPക്കെതിരെ അണിനിരത്തുക എന്ന പ്രഖ്യാപിത മുദ്രാവാക്യവുമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടത് കക്ഷിയുടെ നേതാവിൻ്റെ വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. അങ്ങയുടെ മറുപടി? ഇല്ല, പ്രകാശ് കാരാട്ട് അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നു വാളയാർ ചുരത്തിനപ്പുറം പറയാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻറ്റിൻ്റെ ചിത്രമടക്കം ആലേഖനം ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളുമായാണ് CPM അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, പലതവണ ഇടതുപക്ഷ മുന്നണി, ഇവിടുത്തെ CPM പോലും അധികാരത്തിലെത്തുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ ആശ്രയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും ഇവരും തമ്മിൽ മുന്നണി ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. കേരളം ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഇതൊന്നും അറിയാത്ത വിധം അദ്ദേഹം ചില താല്പര്യങ്ങൾ, എന്താണ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്നറിയില്ല. ഞങ്ങൾ കേരളത്തിൽ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്തായി ഇത്തരം ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ചില സമീപനങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതിനപ്പുറം മറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം മുസ്ലിം ലീഗ് പാർട്ടിയെ മനസ്സിലാക്കിയവരാണ് എല്ലാ കക്ഷികളും. BJPയുടെ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാലഘട്ടം, അന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ശബ്ദമായി നിന്നിരുന്ന അഹമ്മദ് സാഹിബ് അവിടെ നിന്ന് പിൻവലിക്കേണ്ടതില്ല, അദ്ദേഹം
തുടരട്ടെ എന്ന തീരുമാനമാണ് അന്ന് BJP സർക്കാർ എടുത്തത്. കാരണം ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തോട്, രാജ്യത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിനോട് എല്ലാം അടിയുറച്ചു നിൽക്കുന്ന നിലപാടുകളാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് എടുത്തത് എന്ന് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും കരതലമലകം പോലെ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരാളുടെ വിഷം ചീറ്റുന്ന പ്രസ്താവന അത്ര വലിയ മുഖവിലക്കെടുക്കണം എന്ന് നമ്മളാരും കരുതേണ്ടതില്ല. ശരി.